When I came here with my brother after the terrible landslide, കഴിഞ്ഞ പ്രാവശ്യം ചൂരൽ മലയിലെ ഏറ്റവും വലിയ അവിടുത്തെ ഉണ്ടായ ബുദ്ധിമുട്ടിന് ശേഷം, അവിടുത്തെ മണ്ണിടിച്ചിലിന് ശേഷം ഇവിടെ വന്നപ്പോ, എന്റെ സഹോദരന്റെ കൂടി വന്നപ്പോ അതെനിക്ക് മനസ്സിലായി. I immediately recognized the way the community came together to help people. ഇവിടെ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എങ്ങനെയാണ് വയനാട്ടിലെ ഒരു സമൂഹം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നതെന്ന്. I saw that each one of you, no matter what religion you were from, no matter what your profession was, each one of you did whatever you could to help the other. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മതം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ തൊഴിൽ എന്തായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരെ കഷ്ടപ്പെടാൻ നിങ്ങൾ ആവുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. Many times in situations like this where there are disasters, you also see human greed. You see people trying to be greedy or taking more away from those who are suffering. I never saw that over here. നിങ്ങൾക്കറിയാം, ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പലയിടത്തും മനുഷ്യരുടെ അത്യാഗ്രഹം നമ്മൾ കാണാറുണ്ട്. മനുഷ്യർ പലതും മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു പോകുന്നത് കാണാനുണ്ട്. പക്ഷേ ഞാനത് ഒരിക്കലും മനുഷ്യൻ അത്യാഗ്രഹത്തോടെ പെരുമാറുന്നത് ഞാൻ വയനാട്ടിൽ കണ്ടില്ല. Even the youngest of children who had lost their entire families had a lot of dignity. They talked to us, they spoke to us with dignity, with a certain inner pride, which made me proud of them. നിങ്ങൾക്കറിയാം, അത് മാത്രമല്ല, ഏറ്റവും ചെറിയ കുട്ടികൾ പോലും, ജീവിതത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾ പോലും ഞങ്ങളോട് സംസാരിച്ചത് അന്തസ്സോടുകൂടിയാണ്. അവരുടെ ഉള്ളിൽ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളോട് അവർ സംസാരിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് അവരെ കുറിച്ച് വളരെയധികം അഭിമാനം തോന്നി. You are a courageous people. It's in your history. You fought against the British. You rose up when people were afraid to rise. നിങ്ങള് വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ധൈര്യമുള്ള ജനങ്ങളാണ്. അത് നിങ്ങളുടെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും പൊടപെടുത്താൻ ഭയന്നപ്പോ നിങ്ങൾ ധൈര്യത്തോടെ പോരാടിയവരാണ് ഇവിടുത്തെ ജനങ്ങൾ. You have a beautiful, I would say, this whole, all your hills, your forests are so beautiful. I was flying over them today and I could see the river was looking like a silver string running through it. It was so beautiful. You have a beautiful land. നിങ്ങളുടെ വയനാട് എന്ന് പറയുന്നത് എന്ത് മനോഹരമായ ഒരു ഭൂമിയാണ്. നിങ്ങളുടെ മലകളും ഇവിടുത്തെ മരങ്ങളും ഒക്കെ. ഞാൻ ഇന്ന് വയനാട്ടിന് മുകളിലൂടെ പറന്നപ്പോ നദികള് ചെറിയ വെള്ളി രേഖകൾ പോലെ നദികൾ കാണുന്നു. വളരെ മനോഹരമായ ഒരു ഭൂമിയാണ് നിങ്ങൾക്ക് ഇവിടെ വയനാട്ടിലുള്ളത്. A rich history, the Arakal caves, and a history of harmony amongst people, where everyone from every religion lives in harmony and peace together. നിങ്ങൾക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ഇടയ്ക്കൽ ഗുഹകളൊക്കെ ചേർന്നിട്ടുള്ള സമ്പന്നമായ ഒരു ചരിത്രം. അത് മാത്രമല്ല, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒത്തൊരുമയുടെ ഒരു പാരമ്പര്യവും ചരിത്രവും കൂടി വയനാട്ടിനുണ്ട്. You are an agricultural community that feeds the whole nation. നിങ്ങളൊരു കർഷക സമൂഹമാണ്. സമൂഹത്തിന് മുഴുവൻ, രാജ്യത്തിന് മുഴുവൻ അന്നം നൽകുന്ന കർഷക സമൂഹം. Your values are strong. You believe in equality, social justice. It is apparent everywhere. You are followers of Narayan Guruji. നിങ്ങളുടെ മൂല്യങ്ങൾ വളരെ ശക്തമാണ്. നിങ്ങൾ തുല്യതയിൽ വിശ്വസിക്കുന്നു, സാമൂഹിക നീതിയിൽ വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമികളാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. And you honor the teachings of all the religions of people who live here. അത് മാത്രമല്ല, ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ വ്യക്തികളുടെ എല്ലാ മതങ്ങളിലും ഉള്ളവരുടെ അവർ പഠിപ്പിച്ചത് എന്താണോ, ആശയങ്ങൾ എന്താണോ, അതിനെ നിങ്ങൾ ഓരോരുത്തരും ആദരിക്കുന്നു. How can I not be the proudest person in India today to have this opportunity to represent you? ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി മാറുന്നത്? വയനാടിനെ പ്രതിനിധീകരിക്കുക, വയനാട്ടിലെ ജനപ്രതിനിധിയാകുന്ന എന്നതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി എനിക്ക് മാറാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന്. If you elect me, it will be the greatest honor for me. നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരമായി ഞാൻ ഇതിനെ കണക്കാക്കും. You know the times we are living in, when there is a BJP government at the center. നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിൽ ഒരു BJP ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. Where fear and mistrust
and anger is spread amongst different communities. നമ്മുടെ രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയം, അതുപോലെ തന്നെ ദുരിതം, ദേഷ്യം ഇതെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. You have seen the attacks that take place on minorities. You have seen what's happened in Manipur. You have seen again and again the spread of anger, the spread of hatred by this government, concerted in a planned fashion. നിങ്ങൾ കാണുന്നുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തുമാത്രം അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്തുമാത്രമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയാം. രാജ്യത്ത് മുഴുവൻ വെറുപ്പും വിദ്വേഷവും ഭയവും എങ്ങനെയാണ് ആസൂത്രിതമായി ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പടർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. The values of our constitution are constantly being subverted. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങളെ നിരന്തരം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. And policy after policy is made to favor the Prime Minister's friends rather than for the good of the public. പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നൊന്നായി ഈ രാജ്യത്തെ നയങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നയങ്ങളല്ല. There is no compassion for our farmers who toil in the heat and the dust day in and day out. There is no compassion for them. രാത്രിയും പകലിലും ഈ ചൂടിലും മണ്ണിലും പൊടിയിലും എല്ലാം കഷ്ടപ്പെടുന്ന നമ്മുടെ കർഷകരായ സഹോദരരോട് യാതൊരു അനുകമ്പയും അനുതാപവും ഈ ഗവൺമെന്റിനില്ല. There is no understanding of the traditions and no respect for the tribal peoples. Their lands are taken away and given away to big businessmen. നമ്മുടെ നാട്ടിലെ ആദിവാസികളുടെ പാരമ്പര്യത്തോട് ബഹുമാനമില്ല. അവരുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഭൂമി എടുത്ത് ഈ രാജ്യത്തെ വൻകിട സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. Here in Wayanad you have a strong agricultural community. You grow coffee, rice, pepper, ginger, areca. നിങ്ങൾ ഇവിടെ വയനാട്ടിൽ വളരെ ശക്തമായ ഒരു കർഷക സമൂഹമുണ്ട്. നിങ്ങൾ കാപ്പി കൃഷി നടത്തുന്നു, നിങ്ങൾ ഇഞ്ചി കൃഷി നടത്തുന്നു, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്ക കൃഷി നടത്തുന്നു, നിങ്ങൾ നെൽകൃഷി നടത്തുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്. Again and again the promises to give you MSP for your crops ring hollow. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ കാർഷിക വിലകൾക്ക് മിനിമം താങ്ങുവില നൽകാം എന്ന് പറയുന്ന വാഗ്ദാനം പൊള്ളയായ വാഗ്ദാനമാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. Your tourism industry is strong, but so much more can be done to strengthen it further. നിങ്ങളുടെ വിനോദസഞ്ചാര വ്യവസായം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പക്ഷേ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. I see so many small shops, small businesses. All of you have suffered because of the government's policies. While you have to answer to them for GST and all sorts of taxes, and prices are rising, and my sisters find it difficult to move forward. Big businessmen flourish and they get all the benefits from the central government. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് സാധാരണ കൊച്ചു കൊച്ചു കടകളുണ്ട്, ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ചരക്ക് സേവന നികുതി പോലെയുള്ള നയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള എന്റെ സഹോദരിമാർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. അതേസമയം ഗവൺമെന്റിന്റെ നയങ്ങൾ എപ്പോഴും സഹായിക്കുന്നത് വലിയ ബിസിനസ്സുകാരെയും അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. Unemployment is at an all-time high in the country. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ വലിയ നിരക്കിലാണ് ഇന്നുള്ളത്. Parents work hard to educate their children, but they see no future for them. നമ്മുടെ മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ്. പക്ഷെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. You have a hub of sports here, and I know you love soccer, but your facilities are not good enough. They need to be improved. New opportunities need to be created for all these young boys who train so hard and work so hard to play for their state, to play for their country. എനിക്കറിയാം വയനാട്ടിലുള്ള നിങ്ങൾക്ക് സ്പോർട്സ് കായിക വിനോദങ്ങൾ വളരെ ഇഷ്ടമാണ്, ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി ഒക്കെ കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. And over the years, because of the change in the kind of crops you are growing, you have developed a water issue here as well that needs resolution. അത് മാത്രമല്ല, നിങ്ങൾ വർഷങ്ങളായി പലതരത്തിലുള്ള വിളകൾ നിങ്ങൾ കൃഷി ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട്, ജലസേചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതും പരിഹരിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. The tribal community needs access to healthcare, needs better access to education. You need better houses. അത് മാത്രമല്ല, ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് കൂടുതൽ ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രവേശിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടാകണം, അതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം.
While I was coming here, some girls were standing outside their school. They stopped me and I asked them, what is the biggest thing that you think needs to be done? And they told me again about the medical college. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, ഏറ്റവും അത്യാവശ്യമായി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി മെഡിക്കൽ കോളേജ് എന്നതാണ്. And how important healthcare services are. എനിക്കറിയാം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം.